rocking out, headbang going out of my mind. Coming hot, going down, picking up, I leave a crater when I dive. See it from a bird's eye. I'm ready to taste no more nights to slow pick up. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മൂവി മാനേജർ ചെയ്ത സമയത്തും നമ്മൾ ടെംപ്ലേറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മൾ ഓരോന്നും ഓരോ ലേഔട്ടുകളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഒരു ബ്ലാങ്ക് ലേഔട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബ്ലാങ്ക് ലേഔട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ളത് കാര്യങ്ങൾ ചെയ്തത് അല്ലേ. ഓക്കെ, നമ്മുടെ ബ്ലാങ്ക് ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാങ്ക് ലേഔട്ടിന് ഹെഡർ വേണം, അതുപോലെ തന്നെ ഈ ഫൂട്ടറും വേണം അല്ലേ. നമുക്ക് ആ ഹെഡറും ഫൂട്ടറും മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മുടെ ഹെഡർ ഇത്രയും വരുന്നുണ്ട്. ഇവർ കുറച്ചുകൂടെ, പക്ഷേ ഇതിനകത്ത് നമ്മുടെ ഒരു ബാനർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഹെഡറിനകത്ത് അല്ലേ. ആ ബാനർ നമുക്ക് മാറ്റാൻ പറ്റും. ഈ ബാനർ അഡീഷണൽ റോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ബാനർ ഒന്ന് കട്ട് ചെയ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്ന് കട്ട് ചെയ്ത് നോക്കി. ബാനർ മാറ്റി എങ്ങനെ ഇരിക്കും നോക്കാം. ഓക്കെ നമുക്ക് ബാനർ മാറ്റിക്കഴിഞ്ഞാൽ ബാനർ മാത്രമേ ഇതിനകത്ത് അഡീഷണൽ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ബാനർ മാറ്റിക്കഴിഞ്ഞാൽ ഇത് കൃത്യമായി വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ബ്ലാങ്ക് ലേഔട്ട് എന്ന് പറഞ്ഞ് ഒരെണ്ണം കൊടുക്കുന്നു. കാരണം ഈ ബ്ലാങ്ക് ലേഔട്ട് ആയിരിക്കും നമ്മൾ മറ്റു പേജുകളിൽ റീയൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ബ്ലാങ്ക് ലേഔട്ടിൻ്റെ കറക്റ്റ് വർക്ക് ഫ്ലോ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആ index.html അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. index.html കിടക്കുന്ന കണ്ടന്റ് നമുക്ക് നേരെ ബ്ലാങ്ക് ലേഔട്ടിലേക്ക് കോപ്പി ചെയ്യുന്നു. നമ്മളുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് ലേഔട്ട് ഡിസൈൻ ചെയ്യുക, നമുക്ക് മറ്റു പേജുകൾ റീയൂസ് ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് ശേഷം ഞാൻ നേരെ നമ്മുടെ പ്രൊഡക്റ്റ് പേജിൽ വന്നു. യൂസിനകത്ത് index.html വരെ ഞാൻ ബ്ലാങ്ക് ലേഔട്ട്.html ലോഡ് ചെയ്യിപ്പിക്കുന്നു. നമുക്ക് കാണാൻ വേണ്ടിയാണ്. നമുക്ക് ആ ബ്ലാങ്ക് ലേഔട്ട് ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നേരെ ഇൻഡെക്സിലേക്ക് മാറ്റാം. എന്നിട്ട് അത് നേരെ ഇവിടെ എത്തി റിഫ്രഷ് ചെയ്യുന്നു. അപ്പോൾ ഒരു വിഷയം അടിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേര് ചിലപ്പം പറഞ്ഞേക്കുന്നത് മാറിയിട്ടുണ്ടാവും. നമ്മൾ പേര് കൊടുത്തത് എന്താണ്, ബ്ലാങ്ക് ലേഔട്ട്.html തന്നെ. അത് കോപ്പി ചെയ്തു, ഇത് ചെയ്തു, പ്രൊഡക്ട്സിൽ വന്നു, യൂസ്.html അതൊന്നുകൂടെ കോപ്പി പേസ്റ്റ് ചെയ്തു. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ്. വീണ്ടും ഇവിടെ എത്തി റിഫ്രഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ വീണ്ടും ഇതേപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, ബ്ലാങ്ക് ലേഔട്ടിൽ നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് നേരെ വന്നു ഇൻഡെക്സ് ബ്ലാങ്ക് ലേഔട്ട്.html ഉള്ള കാര്യങ്ങളിൽ ഓക്കെ, മൂവിയിലെ ടെംപ്ലേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഈ ബ്ലാങ്ക് ലേഔട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരുന്നു അല്ലേ. അതായത് ആ സമയത്ത് നമ്മൾ ഇൻക്ലൂഡ്, ബ്ലോക്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഇൻക്ലൂഡ് എന്ന് വെച്ച് നമ്മൾ ഒരു സെപ്പറേറ്റ് ഒരു HTML ഇൻക്ലൂഡ് ചെയ്തും പിന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട എന്തൊക്കെ പോർഷൻസ് ആണോ അത് ബ്ലോക്കിൽ എഴുതിയിട്ടുമായിരുന്നു നമ്മൾ അന്ന് ചെയ്തത്. അതേപോലെ തന്നെ നമുക്കും ഇവിടെയും നമുക്ക് അതേപോലെ തന്നെ ഒരു ബ്ലാങ്ക് ലേഔട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ബ്രോക്കാട്ടിൽ വന്നു. ഇതിൻ്റെ നേരെ ടെംപ്ലേറ്റ് പേജിൽ വന്നു. ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പോർഷൻ. അതായത് നമുക്ക് മെനു, ഓക്കെ, മെനു എല്ലാ പേജിലും ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് എല്ലാ പേജിലും വന്നാലും കുഴപ്പമില്ല. ഹെഡറിനെ നമുക്കൊരു ബ്ലോക്ക് ആക്കാം അല്ലേ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഹെഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തു. അത് നേരെ div ക്ലാസ് ഹെഡറും എല്ലായിടത്തും വേണ്ടതാണ്. നമുക്ക് ഹെഡറിനകത്ത് അഡീഷണലി ഹോം പേജ് വരുന്ന ബാനർ മാത്രമാണ്. അപ്പം നമുക്ക് ആ ബാനറിനെ മാത്രം ഒരു ബ്ലോക്ക് ആക്കിയാൽ മതി. ആക്ച്വലി ഹെഡർ മൊത്തത്തോടെ ചേഞ്ച് ആവുന്നില്ല, ഈ ഒരു റോ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മാത്രം ഒന്ന് ബ്ലോക്ക് ആക്കിയാൽ മതി. ഒരു ബാനർ ബ്ലോക്ക് ഒന്ന് ഇട്ടേക്കാം. കാരണം ഈ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ അതിനകത്ത് ബാനറായിട്ട് വരുന്നുള്ളൂ നമ്മുടെ ഹോം പേജിൽ വരുന്ന സമയത്ത്. ഓക്കെ,
ബ്ലോക്ക് എൻഡ് ചെയ്യുന്നു. അതായത് ഒരു ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, ബ്ലോക്ക് എൻഡ് ചെയ്യുന്നു. ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും. ഓക്കെ, ഇതാണ് നമുക്ക് ശരിക്കും വേണ്ട ഒരു ബ്ലാങ്ക് ലേഔട്ട്. അപ്പം ഞാനത് ഒരു ബ്ലോക്കാക്കി എൻഡ് ചെയ്തു. അതിനുശേഷം ഈ ബാനർ മാത്രം ഞാനൊരു നേരെ Ctrl+X അടിച്ചു, അതൊരു സെപ്പറേറ്റ് ഫയലാക്കുന്നു. ബാനർ ലേഔട്ട് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഫയലാക്കി. അതിനകത്ത് ഞാൻ ഈ ഒരു ഫയൽ ആഡ് ചെയ്തു. ഓക്കെ, ഇതിപ്പം നേരെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാനറായി. ഇൻക്ലൂഡ്, ഞാൻ ബാനർ ലേഔട്ട് .html ഇടുന്നു. ഓക്കെ, റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ബാനർ ലേഔട്ടിനകത്ത് ഞാൻ സ്റ്റാറ്റിക് ലോഡ് ചെയ്യിച്ചിട്ടില്ല, അതൊന്ന് ലോഡ് ചെയ്യിക്കുന്നു. ഞാൻ കോപ്പി ചെയ്ത സമയത്ത് ബാനർ ലേഔട്ടിനകത്ത് വീണ്ടും സ്റ്റാറ്റിക് ലോഡ് ചെയ്യിച്ചിട്ടില്ല, അത് ലോഡ് ചെയ്യിക്കുന്നു. ഞാൻ റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ബാനർ വന്നു. ഇപ്പം നമുക്ക് ഒരു ബ്ലാങ്ക് ലേഔട്ട് ഉണ്ട്. ആ ബ്ലാങ്ക് ലേഔട്ടിനൊരു ഹെഡർ ഉണ്ട്, ഫൂട്ടർ ഉണ്ട്, അതുപോലെ ബാനർ ലേഔട്ട് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബാനർ ലേഔട്ടാണ്. പിന്നെ അതുപോലെ ഈ കാറ്റഗറീസ്, പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഹോം പേജിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ബാക്കി പ്രൊഡക്റ്റ് പേജിൽ വരുമ്പോൾ ആ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന പേജാണ്. കാർട്ടിനകത്ത് കാർട്ടിൻ്റെ ഡേറ്റ പേജാണ് വരുന്നത്. അപ്പോൾ അതുമെല്ലാം നമ്മുടെ ഒരു കണ്ടൻറ്റ് ബ്ലോക്കായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പുതിയ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്, കണ്ടൻറ്റ്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഞാനൊരു ബ്ലോക്ക് എൻഡ് ചെയ്യുകയാണ്, കണ്ടൻറ്റ് ബ്ലോക്ക് എൻഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഒരു കണ്ടൻറ്റ് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തു. ആ കണ്ടൻറ്റ് ബ്ലോക്കിനകത്ത് നമ്മുടെ കണ്ടൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നു. തൽക്കാലം ഇതിനെ ഞാൻ ഹോം പേജ് കണ്ടൻറ്റ് എന്നുള്ള രീതിയിൽ മാറ്റി എഴുതുകയാണ്. പിന്നീട് നമുക്ക് അതിനകത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മാറ്റി കൊടുക്കാം. തൽക്കാലം ഞാൻ അതിനൊരു ഹോം പേജ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞ് ലോഡ് ചെയ്യിപ്പിക്കുകയാണ്. ഹോം പേജ് ലേഔട്ട് എന്ന് തന്നെ ഇട്ടേക്കാം. ഹോം പേജ് കണ്ടൻറ്റ്, ഹോം പേജിലെ കണ്ടൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ നമുക്കിത് മാറ്റാം. ഇതിനകത്ത് എന്തെങ്കിലും തൽക്കാലത്തെ നമുക്കൊന്ന് ചെയ്ത് നോക്കാനുള്ള എളുപ്പത്തിന് ഞാൻ അങ്ങനെ ഇട്ടു. ഇതിനകത്തും ഞാൻ മറ്റേതിലെ പോലെ ലോഡ് സ്റ്റാറ്റിക്കും കൊടുത്തു. ഓക്കെ, ഇപ്പം ബ്ലാങ്ക് ലേഔട്ടിനകത്ത് ഇതെന്താണ്. ഇവിടെ ഞാൻ ഒന്ന് റിഫ്രഷ് ചെയ്തു. ഓക്കെ, വന്നിട്ടില്ല. സേവ് ചെയ്തു, ഒന്നുകൂടെ റിഫ്രഷ് ചെയ്തു. ഓക്കെ, ഇപ്പം നമ്മുടെ ഹോം പേജിനകത്ത് ബാനറും ഹൂട്ടറും മാത്രമേ ഉള്ളൂ. ഇതിൽ നമ്മൾ ആ കണ്ടൻ്റ് ഒന്ന് ആഡ് ചെയ്യണമെങ്കിൽ അത് നേരത്തെ പോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്യണം. അത് ഞാൻ ഇൻക്ലൂഡ് കൊടുത്തു കഴിഞ്ഞാൽ അതായി. ഇൻക്ലൂഡ് ബാനർ ഹോം പേജ് ലേഔട്ട് ഒന്നുകൂടെ കൊടുത്തു. ഹോം പേജ് കണ്ടൻറ്റ് കൂടെ കൊടുത്തു. ഓക്കെ, ഇത് കിടന്നോട്ടെ. ഹോം പേജ് കണ്ടൻറ്റ് ആഡ് ചെയ്തു. ഇപ്പം നമ്മുടെ ബ്ലാങ്ക് ലേഔട്ടിലുള്ള കണ്ടൻറ്റുകളെല്ലാമായി.
ബാങ്ക് പേജ് അല്ല, നമ്മുടെ ഹോം പേജിലെ കണ്ടൻറ്റുകളെല്ലാം ആയി. ഞാനിത് നേരെ കോപ്പി പേസ്റ്റ് എടുത്തു, നമ്മളിപ്പം കിടക്കുന്ന index.html പേസ്റ്റ് ചെയ്തു. ഓക്കെ, നമ്മുടെ ബ്ലാങ്ക് ലൈവ് ഇട്ട് ഇപ്പോൾ ഇവിടെ കിടപ്പുണ്ട്. അടുത്ത നേരെ ഞാൻ ഇതൊന്ന് റിഫ്രഷ് ചെയ്തു, ബ്ലാങ്ക് ലൈവ് ഇട്ട് ഇവിടെ കിടപ്പുണ്ട്. ഇനി നേരെ ഞാൻ index.html എഴുതി. index.html ആക്ച്വലി നമ്മൾ നേരത്തെ എഴുതിയിരുന്നത് കംപ്ലീറ്റ് കണ്ടൻ്റ് ആണ് അല്ലേ. നമ്മൾ നേരത്തെ കിടന്ന കണ്ടൻ്റാണ് കിടക്കുന്നത്. ആ കണ്ടൻറ്റ് ഞാൻ നേരെ ഡിലീറ്റ് ചെയ്തു. അതിന് പകരം ഞാൻ ഇങ്ങനെ എഴുതി extends blank layout.html. അതായത് ബ്ലാങ്ക് ലേഔട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഞാൻ നേരെ ബ്ലാങ്ക് ലേഔട്ടിലെ ഏതൊക്കെ ബോക്സുകൾ നമ്മൾ കോപ്പി ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലാങ്ക് ലേഔട്ട്സിൽ നമ്മളിപ്പോൾ ഇൻക്ലൂഡ് ബാനർ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് index.layoutil മതി, ബ്ലാങ്ക് ലേഔട്ടിൽ അത് വേണ്ട. ഇൻക്ലൂഡ് ബ്ലോക്ക് ബാനർ എഴുതി. അതുപോലെ തന്നെ ബ്ലാങ്ക് ലേഔട്ടിൽ നമ്മൾ ബ്ലോക്ക് കണ്ടൻറ്റ് എഴുതിയിട്ടുണ്ട്, പേജ് കണ്ടൻറ്റ്. അതും നമുക്ക് index.html, അതായത് നമ്മുടെ ഹോം പേജിൽ മാത്രം മതി നമുക്ക് ഹോം പേജ് കണ്ടൻറ്റ്. അതുകൊണ്ട് ഞാൻ അതെടുത്ത് കളയുകയാണ്. അതും നമ്മുടെ index.html കോപ്പി ചെയ്തു. എന്നിട്ട് അത് നേരെ ഞാനൊന്ന് റിഫ്രഷ് ചെയ്തു. ഇപ്പോൾ ബ്ലാങ്ക് ലേഔട്ടിൽ ഒന്നുകൂടെ കൊടുത്തു. ഓക്കെ, ബ്ലാങ്ക് ലേഔട്ട് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്തു. ഇതിൽ ഫീച്ചർഡ് പ്രോഡക്റ്റ് കാണിക്കുന്നുണ്ട്. നേരെ നമ്മുടെ ബ്ലാങ്ക് ലേഔട്ട്.html വന്നു. കണ്ടന്റ് ബ്ലോക്ക് നമ്മൾ എഴുതിയിരിക്കുന്നത് അത് ഫീച്ചർഡ് പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടതല്ല. ബ്ലാങ്ക് ലേഔട്ട് എവിടെയോ നമ്മൾ ചെയ്തതിനകത്തൊരു പൊട്ടൽ വന്നിട്ടുണ്ട്. നമ്മൾ നേരെ ഹോം പേജിൽ വന്നു. ബ്ലാങ്ക് ലേഔട്ടിലെത്തി. ആ ബ്ലാങ്ക് ലേഔട്ടിലെ ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നമ്മൾ കളയുന്നു. ഓക്കെ, അത് നമ്മൾ നേരെ include.layouട്ടിനകത്ത് index.html ബാങ്ക് പേജിലെ ഹോം പേജ് കണ്ടൻറ്റോടെ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ views.pyയിൽ ഈ ബ്ലാങ്ക് layout.html എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ index.html എന്നാക്കുന്നു. കാരണം നമുക്ക് ബ്ലാങ്ക് ലേഔട്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ബ്ലാങ്ക് ലേഔട്ട് ക്രിയേറ്റ് ചെയ്തു, ഇൻഡെക്സും ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പ്രൊഡക്റ്റ് പേജ് ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ തൽക്കാലം നമുക്ക് എല്ലാ പേജുകളിലെയും ടെംപ്ലേറ്റ് അവിടെ കിടക്കട്ടെ. ബേസിക് ആയിട്ടുള്ള ഇത് മാത്രം എടുത്തിടാം. എന്നിട്ട് നമുക്ക് പിന്നീട് ഫംഗ്ഷൻ എഴുതുമ്പോൾ അത് ഫില്ല് ചെയ്ത് പോവാം. നമുക്ക് ടെംപ്ലേറ്റ്സിൽ തന്നെ പുതിയൊരു പേജ് ഇടുന്നു. പ്രോഡക്റ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് തന്നെ ഇട്ടേക്കാം. പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു products.html product layout.html എന്ന് ഇട്ടേക്കാം. products layout.html. ഓക്കെ, ഇതിൽ ഞാൻ പ്രൊഡക്ഷനകത്ത് കയറി വ്യൂവിനകത്ത് ഒരു ഫംഗ്ഷൻ എഴുതുവാണ്, ലിസ്റ്റ് പ്രൊഡക്റ്റ് ലിസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ്. ലിസ്റ്റ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിടണം, എഴുതി. ഓക്കെ, അതിനകത്ത് product.html പോണം. ഓക്കെ, അതേപോലെ
ഒരു സിംഗിൾ പ്രൊഡക്റ്റിൻ്റെ വ്യൂവിന് വേണ്ടി നമ്മളിവിടെ ഡീറ്റെയിൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഡക്റ്റ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞ് ഡീറ്റെയിൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ലിസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ അകത്ത് നമ്മൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ്റെ ഒരു കമൻറ്റ് ചെയ്യുവാണ്. നമ്മളിപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോസിൻ്റെ ഡോക് സ്ട്രിങ് ജനറേഷൻ്റെ ഒരു എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ നേരെ ഈ ഒരു സ്ട്രിങ് എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് വരുന്നതാണ്. റിട്ടേൺസ് പ്രൊഡക്റ്റ് ലിസ്റ്റ് ആസ് HTML പ്രൊഡക്റ്റ് ലിസ്റ്റ് പേജ്. ഓക്കെ, ഇത് പോകുന്നത് പ്രൊഡക്റ്റ് ലേഔട്ട്, പ്രൊഡക്ട്സ് ലേഔട്ട്. നമ്മൾ കൊടുത്തിരുന്നത് പ്രൊഡക്ട്സ് ലേഔട്ട് എന്നായിരുന്നു അല്ലേ. പ്രൊഡക്ട്സ് ലേഔട്ട് .html എന്ന് പറഞ്ഞു കൊടുത്തു. അടുത്തത് ഇവിടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ .html എന്ന് കൊടുത്തേക്കാം. പ്രൊഡക്ട്സ് ലേഔട്ട് എന്ന് വേണ്ട, വെറുതെ പ്രൊഡക്ട്സ് എന്ന് മതി, എന്നാലേ കുറച്ചുകൂടെ മീനിങ് ആകത്തുള്ളൂ. ഇപ്പുറത്ത് ഞാൻ ആ പേര് മാറ്റിയേക്കാം, പ്രൊഡക്ട്സ് ലേഔട്ട് എന്ന് പകരം പ്രൊഡക്ട്സ് എന്ന് മതി. ഓക്കെ, പ്രൊഡക്ട്സ് ലേഔട്ടിനകത്ത് ഞാൻ ഈ ബ്ലാങ്ക് ലേഔട്ട് index.html നമ്മൾ ഹോം പേജിൽ ചെയ്ത പോലെ തന്നെ index.html, അതായത് ബ്ലാങ്ക് ലേഔട്ട് എക്സ്റ്റെൻസ് ചെയ്യുന്നു. അതിനകത്ത് ബ്ലോക്ക് ബാനർ കൊടുത്തു. ഇൻഡെക്സ് ബാനർ വേണ്ട, നമുക്ക് ബാനർ വേണ്ട പ്രോഡക്റ്റിനകത്ത്, അതുകൊണ്ട് ബാനർ കളഞ്ഞു. കണ്ടൻറ്റ് ഹോം പേജ് കണ്ടൻറ്റ് വേണ്ട, പകരം പ്രൊഡക്റ്റിൻ്റെ കണ്ടൻറ്റാണ് നമുക്ക് വേണ്ടത്. വെറുതെ ഞാൻ പ്രൊഡക്ട്സ് എന്നിവിടെ ടൈപ്പ് ചെയ്തു. ഒരു കിടന്നോട്ടെ. ഓക്കെ, പ്രൊഡക്ട്സിൻ്റെ പേജാണ് വേണ്ടത്. നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലോട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ urs.py-ക്കകത്ത് പ്രൊഡക്റ്റിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റ് പേജ് ലോഡ് ചെയ്യാനുള്ള ഫങ്ഷൻസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ലിസ്റ്റ് products.html എഴുതി. ഇനി urs.py വന്നു. ഇതിൽ ഞാൻ urs.py-ക്കകത്ത് പാത്തിൽ ലിസ്റ്റ് എന്ന് എഴുതി, പ്രൊഡക്റ്റ് ലിസ്റ്റ് എന്ന് എഴുതിയേക്കാം. product_list എഴുതി. ഇവിടെ ഞാൻ views.list പ്രൊഡക്റ്റ് എഴുതി. പിന്നീട് ഇതിൻ്റെ നെയിമായിട്ട് ഞാൻ ലിസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് കൊടുത്തു. കാരണം നമുക്ക് അവിടെ URL ലോഡ് ചെയ്യിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി നേരെ നമ്മൾ നമ്മുടെ index.html-ലെത്തി. ഓക്കെ, ഇവിടെ നമുക്ക് index.html-ൻ്റെ അകത്ത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ബ്ലാങ്ക് ലേഔട്ടിനകത്ത് നമ്മൾ മെനു സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ നേരെ എഴുതിയേക്കുമായിരുന്നു. പക്ഷേ നമുക്ക് മെനുവിൽ എന്തെങ്കിലും ചേഞ്ച് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ അത് ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മെനു ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മെനു എന്നല്ല, ഹെഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നത് തന്നെയാണ് കുറച്ചുകൂടെ നല്ലത്. ആ ഹെഡർ മാത്രം ഞാനൊന്ന് header.html എന്നുള്ള ഒരു പേജിലേക്ക് മാറ്റി. എന്നിട്ട് ഞാൻ ബ്ലാങ്ക് ലേഔട്ടിൽ നിന്ന് ഹെഡർ കണ്ടൻറ്റ്
നേരെ കോപ്പി എടുത്തു. എന്നിട്ട് അത് നേരെ നമ്മുടെ ഹെഡർ ഡോട്ട് HTML ഇട്ടു. ഇനി അത് ഞാൻ ഇവിടെ നമ്മൾ അത് ഹെഡർ കണ്ടന്റ് ഹെഡർ ഡിവ് കംപ്ലീറ്റ് ആയിട്ട് കോപ്പി എടുത്ത് അവിടെ ഇട്ടു. ഇത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. ഇൻക്ലൂഡ് ഹെഡർ ഡോട്ട് HTML ഇട്ടു. ബാനറിനകത്ത് ഹെഡർ ഡോട്ട് HTML വന്നു. അതിനകത്ത് നമ്മൾ സ്റ്റാറ്റിക് ലോഡ് ചെയ്യിച്ചിട്ടില്ല, അതിവിടെ ചെയ്യിച്ചേക്കാം. സ്റ്റാറ്റിക് ലോഡ് ചെയ്യിക്കുന്നു. അതിനുവേണ്ടി ലോഡ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, റിഫ്രഷ് ചെയ്തു. വേറെ ചേഞ്ചസ് ഒന്നും വരുത്തിയില്ല. ഓക്കെ, ഇനി ഹെഡറിനകത്ത് തന്നെ മെനു നമുക്കൊന്ന് നോക്കാം. ഹെഡർ ഡോട്ട് HTML എടുത്തു. ഇതിൽ നമുക്ക് മെനു മാത്രം, അതായത് ഈ നെയിവ് ബാർ മെനു മാത്രം നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, മെനു മാത്രമായിട്ട് നമുക്കൊരു പേജിൽ കൊടുക്കുകയാണ്. നമുക്ക് മാക്സിമം ചെറുതാക്കുക, ഇൻക്ലൂഡ് ചെയ്യിച്ച് ചെയ്യാൻ പറ്റുന്നത് ചെറുതാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. മെനു ഡോട്ട് HTML ഇട്ടു. ഓക്കെ, ഇതും ലോഡ് ചെയ്യിച്ചു, സ്റ്റാറ്റിക് ലോഡ് ചെയ്യിച്ചു. എപ്പോഴും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നതിനാണ് കുറച്ച് നല്ലത്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. ഹെഡറിനകത്ത് മെനു കിടന്നത് ഈ കണ്ടെയ്നറിന് മുന്നായിരുന്നു തോന്നുന്നു. അവിടെ നമുക്കത് ഇൻക്ലൂഡ് ചെയ്യിക്കുകയാണ്. ഇൻക്ലൂഡ് മെനു ഡോട്ട് HTML കൊടുത്തു. ഓക്കെ, റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ മെനു ഡോട്ട് HTML സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്തു. ഇനി നമ്മൾ മെനു ഡോട്ട് HTML എത്തി. ഓക്കെ, ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് ഡോട്ട് HTML എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ URL ടാഗായിട്ട് കൊടുക്കുകയാണ്. അതിന് വേണ്ടി ഞാൻ URLൻ്റെ ടാഗ് എഴുതുകയാണ്. URL കൊടുക്കുന്നത് നമ്മുടെ ആപ്ലിക്കേഷനകത്ത് പ്രൊഡക്റ്റിനകത്ത് നമ്മൾ URLസിൻ്റെ നെയിം കൊടുത്തത് ലിസ്റ്റ് പ്രൊഡക്റ്റാണ്, അത് കൊടുത്തു. ഓക്കെ, ടെംപ്ലേറ്റ്സിനകത്ത് മെനു ഡോട്ട് HTML വന്നു, ലിസ്റ്റ് പ്രൊഡക്റ്റ്. URLs ഡോട്ട് PY വന്നിരുന്ന പേര് ലിസ്റ്റ് പ്രൊഡക്റ്റ് എന്നാണ്. ആ ലിസ്റ്റ് പ്രൊഡക്റ്റ് ഞാൻ നേരെ കോപ്പി ചെയ്തു, ടെംപ്ലേറ്റിൽ വന്നു. സോറി, ടെംപ്ലേറ്റിലല്ല, മെനുവിൽ വന്നു. മെനുവിനകത്ത് ഇവിടെ ഞാൻ ലിസ്റ്റ് പ്രൊഡക്റ്റ് കോപ്പി എടുത്തു, സേവ് ചെയ്തു. അതിനുശേഷം ഞാനൊന്ന് റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ പ്രൊഡക്റ്റ് ലിസ്റ്റിൻ്റെ പേജ് വരും. ഓക്കെ, പ്രൊഡക്റ്റ് ലിസ്റ്റിൻ്റെ പേജ് വന്നു. പക്ഷേ അതിനകത്ത് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നേക്കുന്ന ബാനർ ഉണ്ടല്ലേ. അപ്പം നമ്മൾ നേരെ പ്രൊഡക്ട്സ് ഡോട്ട് HTML എത്തി.
ഇവിടെ ചെയ്തിരിക്കുന്നത് ബ്ലാങ്ക് ലേഔട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. നേരെ അതിൻ്റെ പ്രൊഡക്ട്സ് പേജിലെത്തി. views.py views.py-ക്കകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് products.html ഇത് ചെയ്യാൻ വേണ്ടിയാണ്. products.html എത്തി നേരെ ബ്ലാങ്ക് ലേഔട്ടിൽ വന്നു. ബ്ലാങ്ക് ലേഔട്ടിനകത്ത് ഹെഡർ ഉണ്ട്, ഫൂട്ടർ ഉണ്ട്. ഓക്കെ, ഹെഡറിനകത്ത് ബാനർ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടാണ് പോയിരിക്കുന്നത്. നമുക്ക് ഹെഡറിനകത്ത് ബാനർ ഇൻക്ലൂഡ് ചെയ്യേണ്ട, അത് നമ്മുടെ ഇതിൻ്റെ കേസിൽ മാത്രം നമുക്ക് ഇൻക്ലൂഡ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ നമ്മളത് കോപ്പി എടുത്തു, ഈ ഇൻക്ലൂഡ് ബാനർ കട്ട് ചെയ്തു, എന്നിട്ട് അത് സേവ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഹോം പേജിൽ വന്നു. ഹോം പേജിൽ index.html വന്നു, അതിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ട്, അത് മതി. റിഫ്രഷ് ചെയ്തു. ബാനർ ഇൻക്ലൂഡ് ചെയ്തത് വർക്കാവുന്നില്ല. ഏത് index.html നമ്മൾ ബ്ലാങ്ക് ലേഔട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. ബ്ലാങ്ക് ലേഔട്ടിനകത്ത് നമ്മൾ ഹെഡർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഹെഡറിനകത്ത് നമ്മൾ ബാനർ ഇൻക്ലൂഡ് ചെയ്താണ് ചെയ്തത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഹെഡറിൻ്റെയും കൂടെ ഒരു ബ്ലോക്ക് ആക്കാം. ഇത് ഹെഡറിന് പകരം നമ്മൾ ആ ഹെഡറിൻ്റെ നമ്മൾ ബ്ലാങ്ക് ലേഔട്ടിലേക്ക് തന്നെ കോപ്പി ചെയ്യാം. ജസ്റ്റ് നമുക്കതിന്, അതായത് ഇവിടെ നമ്മൾ ആ എക്സ്റ്റെൻസ് ചെയ്തേക്കുന്ന ബ്ലാങ്ക് ലേഔട്ടാണ്, അത് ഇൻക്ലൂഡ് ചെയ്യിച്ച് പോയേക്കുന്നതുകൊണ്ടാണ് അത് വന്നത്. നമുക്കത് ഒരു കാര്യം ചെയ്യാം, ഹെഡറിൻ്റെ HTML ഇതിനകത്താക്കാം. ഞാനിവിടെ ഒരു ഹെഡർ കണ്ടെയ്നർ എന്ന് പറഞ്ഞാക്കാം. header.html നിന്ന് ഇത് രണ്ടും കോപ്പി എടുത്തു, ഇത് നേരെ കോപ്പി എടുത്തു, നേരെ നമ്മുടെ ബ്ലാങ്ക് ലേഔട്ടിൽ വന്നു. ഒരു മിനിറ്റ്, ഇൻക്ലൂഡ് header.html പകരം ഇത് നേരെ കംപ്ലീറ്റ് കോപ്പി എടുത്തു, നേരെ ബ്ലാങ്ക് ലേഔട്ടിൽ വന്നു. അത് ഇൻക്ലൂഡ് header.html വരെ ഞാൻ ഇത് ഇവിടെ എഴുതുവാണ്. ഇൻക്ലൂഡ് menu.html ഇവിടെ ആഡ് ചെയ്തു, അതുപോലെ തന്നെ ബാനർ ബ്ലോക്കിലും ആഡ് ചെയ്തു ബ്ലാങ്ക് ലേഔട്ടിനകത്ത്. ഇത് നമ്മൾ ഹെഡർ അങ്ങ് കളഞ്ഞേക്കാം, ആ ശ്രമം ഉപേക്ഷിച്ചേക്കാം. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെ ഇടുവാണ്. ഓക്കെ, മെനു നമ്മൾ ഇതാക്കി, ബാനർ അതിനകത്ത് കിടക്കട്ടെ. ഇത് പ്രൊഡക്റ്റ് പേജിൽ നമ്മളിപ്പം ബാനർ എടുത്ത് കളഞ്ഞു, ബാനർ ബ്ലോക്ക് empty ആയി കൊടുത്തു, അതിനകത്ത് ആവശ്യമില്ല. പ്രൊഡക്റ്റ് പേജിൽ ബാനർ കൊടുത്തിട്ടില്ല, ഹോം പേജിൽ മാത്രം നമ്മൾ ബാനർ ആഡ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഫൈനലി ചെയ്തിരിക്കുന്നത്, അതായത് ഹോം പേജ് ഇൻഡെക്സിനകത്ത് ബാനർ ഡോട്ട് ലേഔട്ട് ഇട്ടു, പ്രൊഡക്റ്റ് പേജിനകത്ത് ആ ബാനറിൻ്റെ ബ്ലോക്കായി കളഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ടെംപ്ലേറ്റ്സിൽ നിന്ന് നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന പേജ് ഒന്ന് കാണണം. ഇതാണ് നമ്മൾ ടെംപ്ലേറ്റ്സിനകത്ത് പ്രൊഡക്ട്സിൻ്റെ കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിവിടെ എത്തി, ഓൾ പ്രൊഡക്ട്സ് ഇവിടെ വന്നു. എന്നിട്ട് ശേഷം ഞാനൊരു ഇൻസ്പെക്ട് എലമെൻ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. അതായത് നമുക്ക് ഈ ഒരു സെക്ഷൻ, ഇത്രയൊരു സെക്ഷൻ മാത്രമാണ് നമുക്ക് വേണ്ടത്, ആ ഒരു കണ്ടെയ്നർ ബ്ലോക്കാണ് വേണ്ടത്. അത് ഞാൻ സെലക്ട് ചെയ്തു. നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ, അതായത് ആ എലമെൻറ്റ് മാത്രമായിട്ടൊന്ന് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഹോം പേജിൻ്റെ കണ്ടെയ്നർ പേജ് വരുന്നത്. മെനു, അതായത് മെനു എല്ലാം കഴിഞ്ഞു വരുന്നത് അതിൻ്റെ ഡേറ്റ കാണിക്കുന്ന പേജ് ഓൾ പ്രൊഡക്ട്സ് തൊട്ടുള്ളതാണ്. അതായത് ഇതാണ് ഈ സ്മോൾ കണ്ടെയ്നർ എന്ന് പറയുന്ന ടാഗിൽ കിടക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് ഇൻസ്പെക്റ്റിനകത്ത് അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ അത് മാത്രമായിട്ട് കിട്ടും. അത് മാത്രം ഒന്ന് കോപ്പി എടുത്തു, കോപ്പി എലമെൻ്റ് ആയിട്ട് എടുത്തു. അതായത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പേജ് ഓപ്പൺ ചെയ്തു, അതിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന മാത്രം ഒന്ന് ഇൻസ്പെക്ട് എലമെൻ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തു, അത് മാത്രം കോപ്പി എലമെൻ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. അത് നേരെ ഞാൻ എൻ്റെ ടെംപ്ലേറ്റിൻ്റെ പ്രൊഡക്റ്റ് ലിസ്റ്റ് പേജിലെത്തി, അതിലേക്ക് കോപ്പി എടുത്തിട്ടു. ഓക്കെ, അപ്പോൾ ഇവിടെ നേരെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റ് പേജ് എത്തി, സേവ് ചെയ്തു. പിന്നെ അതിന് ശേഷം ഞാൻ നേരെ നമ്മുടെ ആപ്ലിക്കേഷനിലെ പ്രൊഡക്ട്സിലേക്ക് എത്തി, അതിൽ ഹോം പേജ് കണ്ടന്റ് എന്നല്ല പ്രൊഡക്റ്റ് ലിസ്റ്റ് .html എന്നാക്കി. ഓക്കെ,
അതിനുശേഷം ഞാൻ ഒന്ന് റിഫ്രഷ് ചെയ്തു. ഓക്കെ, ഇപ്പം നമ്മുടെ പ്രൊഡക്ട്സുകൾ ഓൾ പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇമേജസ് വന്നിട്ടില്ല, നമ്മൾ സ്റ്റാറ്റിക് കീവേഡ് കൊടുക്കാത്തതുകൊണ്ടാണ് ഇമേജസ് വരാത്തത്. നമുക്കത് തൽക്കാലം ഞാനതിപ്പോൾ ഉടനെ നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ സ്റ്റാറ്റിക് കൊടുത്തു കഴിഞ്ഞാൽ ഇമേജസ് അവിടെ വരും. ഓക്കെ, അതായത് സ്റ്റാറ്റിക് URL കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും നമ്മളത് ബാക്ക് എൻഡിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യുന്നിടത്ത് ചെയ്യേണ്ടതായതുകൊണ്ട് ഞാൻ അതിനകത്ത് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് ആ സമയത്ത് എടുത്തിട്ടാലും മതി. ഓക്കെ, പ്രൊഡക്ട്സിൻ്റെ പേജ് അതോടെ കഴിഞ്ഞു. വേണമെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരത്തെ നമ്മൾ ആ ഇമേജസ് റീപ്ലേസ് ചെയ്ത പോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുക, Ctrl+F അടിക്കുക, ഇതിനകത്ത് ഇതിന് പകരം ഇങ്ങനെ ഇത് ചെയ്യുക, അവിടെ നമ്മുടെ സ്റ്റാറ്റിക് ലോഡ് ചെയ്യിക്കുക, സ്റ്റാറ്റിക്കിൻ്റെ സ്ട്രിങ് കൊടുക്കുക, പെർസെൻറ്റേജ് സ്റ്റാറ്റിക് ഇത് കൊടുക്കുക, പിന്നെ റീപ്ലേസ് ഓൾ. ഓക്കെ, അതുപോലെ ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്താണെന്ന് നോക്കുക. product.jpg ആണ് പ്രൊഡക്റ്റിൻ്റെ ഇമേജിൻ്റെ എക്സ്റ്റൻഷൻ കിടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നേരെ ഇത് കൊടുക്കുക, എന്നിട്ട് അവിടെ നേരെ നമ്മുടെ സ്റ്റാറ്റിക്കിൻ്റെ എൻഡ് ടാഗ് വരാവുന്ന എൻഡ് ടാഗും ആ സ്ട്രിങ് എൻഡ് ചെയ്യണ ടാഗും വരാവുന്ന രീതിയിൽ ആഡ് ചെയ്യുക. ഓക്കെ, ഇത് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, പിന്നെ ലോഡ് സ്റ്റാറ്റിക് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു കണ്ടെയ്നർ ക്ലാസ് ആ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനകത്തൊരു ക്ലാസ് എഴുതിയേക്കുന്ന ഇമേജസിനകത്താണ്, അതുകൊണ്ട് ആണ് ആ എക്സ്റ്റൻഷൻ വന്നത്. നമ്മൾ റീപ്ലേസ് ചെയ്ത് /images വന്നപ്പോൾ ആ കൂട്ടത്തിൽ കയറി വന്നതാണ്. അതെടുത്ത് കളഞ്ഞേക്കാം. ഓക്കെ, നമ്മൾ വന്ന സമയത്ത് അറിയാണ്ട് ടൈപ്പ് ചെയ്ത് വന്നതാണ്. സ്മോൾ കണ്ടെയ്നർ എന്നേ ഉള്ളൂ. അതൊന്നുകൂടെ പറയണം ആ സെക്ഷനെ. റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇമേജസ് എടുക്കുക, Ctrl+F അടിക്കുക. ഓക്കെ, ഇമേജസിൻ്റെ ഫോൾഡറിൽ ഇമേജസ് എന്നല്ല ഇത് കൂട്ടിയെടുത്തോണം, കാരണം നമുക്കത് ഫോൾഡറാണെങ്കിൽ മാത്രമേ റീപ്ലേസ് ചെയ്യാൻ മതി. ഇമേജസ് ക്ലിക്ക് ചെയ്യുക, അതിൽ വീണ്ടും നമ്മൾ ആ സ്റ്റാറ്റിക്കിൻ്റെ ടാഗ് കൊടുക്കുന്ന സ്റ്റാറ്റിക്കിന് കൊടുക്കുക. ഒരു സിംഗിൾ സ്ട്രിംഗ് ലിറ്റർ സ്റ്റാർട്ട് ചെയ്യുക ഇമേജസ്. ഓക്കെ, എന്നിട്ട് റീപ്ലേസ് ഓൾ കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ ഇതിൻ്റെ എക്സ്റ്റൻഷൻ .jpg ആണ്, .jpg എടുക്കുക, ഇവിടെ വരിക, ഇത് തന്നെ ജസ്റ്റ് സ്റ്റാറ്റിക് ആഡ് ചെയ്യുന്ന ടാഗ് കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം റീപ്ലേസ് ഓൾ കൊടുക്കുക. ഓക്കെ, ഇപ്പം ഇവിടെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇതെങ്ങനെ ഓക്കെ, അതെന്താ പറ്റിയത്? നമ്മൾ ഇത് സ്മോൾ കണ്ടെയ്നർ എന്നേ ഉള്ളൂ. നമ്മൾ ചെയ്തപ്പോൾ എന്തോ മിസ്സിങ് എന്നാണ്. ജസ്റ്റ് ആ ക്ലാസ് കൂടെ ആ കൂട്ടത്തിൽ കയറിയത്. അതങ്ങ് റീപ്ലേസ് ചെയ്തേക്കും. ക്ലാസ് ഈക്വൽ ടു സ്മോൾ കണ്ടെയ്നർ. ഓക്കെ, റിഫ്രഷ് ചെയ്യാം. ഇവിടെ നമ്മൾ സ്റ്റാറ്റിക് ടാഗ് കൂടെ ലോഡ് ചെയ്യിക്കണം. അത് സ്റ്റാറ്റിക് ടാഗ് ലോഡ് ചെയ്യിക്കാത്തതിൻ്റെ എററാണ് വന്നത്. ലോഡ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റ് പേജ് കംപ്ലീറ്റ് ആയി. ഇപ്പം നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് പേജും എത്തി. ഓക്കെ, ഇനി നമ്മൾ ഹോം പേജിൻ്റെ അകത്ത് ഓക്കെ നമ്മുടെ കാർട്ട് പേജിൽ yours.pvക്കകത്ത് പ്രൊഡക്റ്റ് ലിസ്റ്റ് പേജ് ഉണ്ട്, ഹോം പേജ് ഉണ്ട്. ഇതിനോട് ഒരു നെയിം ഇട്ടേക്കാം. കാരണം നമ്മൾ ഹോം നിട്ടു, അത് നമ്മൾ മെനുവിൽ ആഡ് ചെയ്തേക്കാം.
ഓക്കെ, നമ്മുടെ ലിങ്കുകൾ തമ്മിൽ എന്തൊരു മിസ്സിംഗ് ഉണ്ടല്ലോ. ഓക്കെ, ഹോമായി, പ്രൊഡക്റ്റായി. അടുത്തായിട്ട് നമ്മൾ ഓക്കെ, ഈ എബൌട്ട് കോണ്ടാക്റ്റ് ഒന്നും നമുക്ക് വേണ്ട, അത് നമുക്കൊന്ന് എടുത്തേക്കണം.